വിവാൻ കഞ്ഞിയൊക്കെ തന്നായിരുന്നോ? വിവാനെ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ ചരിത്രപ്രസിദ്ധമായ പുതുപ്പള്ളി പള്ളിയിലാണ്. പുതുപ്പള്ളി പള്ളിയിൽ പെരുന്നാൾ തുടങ്ങിയല്ലോ, നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ. പുതുപ്പള്ളി പള്ളിയിൽ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവിടെ കടകളൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ. കടകളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. കടകളൊക്കെ അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പെരുന്നാൾ തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ. എലിമിനേഷനും കാര്യങ്ങളും എല്ലാം പരിപാടിയെല്ലാം റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് പള്ളിയുടെ പരിസരത്ത് കൂടെ എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്, ഇവിടെ നല്ല ചൂടാണ്. തിരിയിലൊക്കെ എണ്ണ ഒഴിച്ച് കത്തിക്കുന്നുണ്ട് എല്ലാവരും. വൈകിട്ട് വരുന്നെങ്കിൽ നല്ല എലിമിനേഷനൊക്കെ കാണാമായിരുന്നു. പകലായതുകൊണ്ട് എലിമിനേഷനൊന്നും തെളിയുന്നില്ല. എല്ലാം അങ്ങനെ വെച്ച് കെട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് പള്ളിയുടെ പൂർണ്ണമായ രൂപങ്ങളൊന്നും കിട്ടുന്നില്ല. ഇവിടെ ഊട്ടിനുള്ള ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കുന്ന ഭാഗങ്ങളാണ് കാണുന്നത്. ഇവിടെ എല്ലാവരും മാങ്ങയൊക്കെ അരിയുന്നു, അച്ചാറിനുള്ള മാങ്ങയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഊട്ട് വളരെ പ്രശസ്തമാണല്ലോ. ഇഞ്ചിയൊക്കെ കൊണ്ട് വച്ചിരിക്കുന്നുണ്ടോ. ഇവിടുത്തെ കൊടി ഒരു പ്രത്യേകതയാണ് കേട്ടോ. ബാക്കിയുള്ള പള്ളികളിലൊന്നും ഇങ്ങനെ കൊടികളില്ല. ഞങ്ങളുടെ പള്ളികളിലൊന്നും ഇങ്ങനെ കൊടികൾ തൂക്കില്ല. ഇത് കൊടിക്കാല് പ്രത്യേകമായിട്ട് കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ടാണ് ഇവിടെ കൊടി കയറ്റുന്നത്. നമ്മുടെയൊക്കെ പള്ളിയിൽ സ്ഥിരമായിട്ട് കൊടിക്കാൽ ഇങ്ങനെ സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെയും കൊടിക്കാൽ സ്ഥിരമായിട്ടുണ്ട്, പക്ഷേ ആ കൊടി ഉണ്ട്. പക്ഷെ എന്നാലും പ്രശസ്തമായ കൊടിക്കാലെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നാട്ടുകാരെ ഇടവക്കാരുടെ കൊടി എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് അത് പണ്ട് ഞാനിവിടെ വന്നൊന്ന് എടുത്തതാണ്. ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ഈ അടുത്തുള്ള പാഠശാല ഒക്കെയാണ്. നല്ല രസമാണ്. ഇവിടെ പള്ളിയുടെ മുകളിൽ കയറുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് കേരളത്തിലെ ജനകീയ മുഖ്യമന്ത്രിയുടെ കബറിടം ഇവിടെയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് അവിടെ കൂടെ ഒന്ന് പോയിട്ട് വരാം. പെരുന്നാളിൻ്റെ എല്ലാ ഒരുക്കങ്ങൾ നടക്കുന്നേ ഉള്ളൂ, പരിപാടിയിലായി വരുന്നേ ഉള്ളൂ. ഒന്നുമില്ല. വീട്ടിലുള്ള അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണിത്. നമ്മൾ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയായിരുന്ന ജനകീയ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറിടത്തെങ്കിലാണ്. ഈ മനുഷ്യൻ സത്യമായ നീതിമാനായിരുന്നു എന്നാണ് ഈ കബറിടത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്രകൾ നമ്മുടെ ഓർമ്മയിലുണ്ട് എല്ലാവരെയും. എന്തായാലും ഇവിടെ വന്ന് അദ്ദേഹത്തെ ഒന്ന് കാണാൻ സാധിച്ചതിൽ, അദ്ദേഹത്തിൻ്റെ കബറിടം സന്ദർശിക്കാൻ സാധിച്ചതിൽ ഭാഗ്യമായി കരുതുന്നു. ഇവിടെ പെരുന്നാൾ പ്രദക്ഷിണത്തിന് എടുക്കുന്ന കുരിശുകളാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ ഷോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്നു പോകുന്നുണ്ട്. പക്ഷേ പെരുന്നാളിൻ്റെ വൈകുന്നേരമാണ് ഇവിടുത്തെ പരിപാടികൾ കൂടുതൽ നടക്കുന്നത്. ഞങ്ങളിനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. മഴക്കാറൊക്കെ ഉണ്ട്. മഴ പെയ്താൽ നല്ലതായിരുന്നു. ഉണ്ടോ, നല്ല നല്ല രസമാണ് ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാൻ. പാടമൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ എൽസമ്മ ചേച്ചിയുടെ വീട് വരെ പോകാം കേട്ടോ. തൃക്കൊടുത്താനത്ത് വന്ന് വീട്ടിൽ വന്നില്ലേ, അച്ചാച്ചനാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണേ. ഞങ്ങളെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ചാച്ചൻ അവിടെ വന്ന് മെയിൻ റോഡിൽ നിന്ന് വന്ന് ഞങ്ങളെ വണ്ടിയെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ ഞങ്ങൾ എൽസമ്മ ചേച്ചിയുടെ വീട്ടിലെത്തി. പിന്നെ ചോദിച്ചല്ലേ ഒറ്റ പോകാം അല്ലേ. ഇവിടെ നല്ല ചൂടാ കേട്ടോ. ഇവിടെ നല്ല ചൂടാ. ഞങ്ങൾക്ക് അവിടെ ചെറുതായിട്ടൊരു മഴ പെയ്തുള്ളൂ. ഇന്നലെ പെയ്ത്, കഴിഞ്ഞ ദിവസം പെയ്ത്. മിനിഞ്ഞാന്ന് നാലാം ആണല്ലേ. അവനെന്തി കൊച്ചുവനെന്തി ഭയങ്കര ചൂടാണ്. ഭയങ്കര നല്ല സമയം ഇതല്ലേ.
ഞാൻ നേഴ്സിംഗ് പഠിക്കുന്ന മോളെ, വല്യമ്മയുടെ കൊച്ചുമോളെ. ഞങ്ങൾക്കിവിടെ പരുമല. വല്യപ്പന്റെ കൊച്ചുമോളെ. അവള് പരുമല. ആ ശരിയാ, അതേ കാണുമ്പോ തടിയൊന്നും ഇല്ലെന്ന്. ഇന്നലെ എന്തൊക്കെയോ അമ്മച്ചി എന്ത് വായിപ്പോ അവൻ വെക്കുന്നൊക്കെ. യോമനെ ഇന്നലെ അറിഞ്ഞല്ലോ. ചില ദിവസം അറിയുന്നേ, ചില ദിവസം അറിയും. ഇല്ല, വേളാങ്കണ്ണി പോയായിരുന്നു. ആ മുട്ട അടിച്ചോ? നവംബറിൽ. ആ മുട്ട അടിച്ചോ? ആ അത് കുഞ്ഞല്ലേ, അവനിപ്പോ 23 വയസ്സായി. ആ ചെറുപ്പത്തിലെ ഫോട്ടോ അല്ലേ? അവനൊരു ഫോട്ടോ എടുക്കത്തില്ല. ആ അത് കൊള്ളാം. ഒത്തിരി പേര് പറയുന്നുണ്ട്. എന്റെ അപ്പനും അമ്മയാണ്. ഒത്തിരി തടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്റെ അച്ഛനും അത് തന്നെയാ, അമ്മ തന്നെയാ. ഉണ്ടോ? എന്റെ വണ്ണമൊക്കെ നോക്കുന്നുണ്ടോ? വണ്ണമൊക്കെ കണ്ടാലേ ഞങ്ങളുടെ പെങ്കൊച്ചിന്റെ വരയാ ഇതെല്ലാം കേട്ടോ. പെങ്കൊച്ചു വരയ്ക്കും, അപ്പം വരയ്ക്കും. അപ്പൊ പെങ്കൊച്ച് ആ കലയാക്കണ്ട കണ്ടോ, വണ്ണം കണ്ടോ? അവരുടെ ആദ്യ അതെ. ഇത് 51 വർഷമായപ്പം എടുത്തതാണ്. ചെറുപ്പത്തെ കല്യാണ ഫോട്ടോ ആണ്. കണ്ടോ, അന്ന് ആള് ചെറുതാല്ലേ? ഇവിടെ വേറെ ആ ഫോട്ടോ എടുത്ത് വേറെ ഒരാൾ വന്നപ്പോ കാണിച്ചു. ഞാൻ അന്ന് ഇരിക്കണ്ട എന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ഫോട്ടോ എനിക്ക് 25 വയസ്സുള്ള 25 എല്ലാം അവളാ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നല്ലേ? അവള് ഡാൻസ് ഒക്കെ പഠിച്ചായിരുന്നേ. ഇത് അപ്പം വരച്ചതാ അവിടെ അപ്പൻ. അപ്പം വരച്ചു, പക്ഷെ AC മെക്കാനിക്കായിട്ടാ. അത് നന്നായി, അതുകൊണ്ട് ജോലിയുണ്ട്. അപ്പം വരച്ചതാ ഗ്ലാസ് അല്ലേ, ഗ്ലാസ് പെയിന്റ്. എന്റെ ഇതാണ് ഈ മോനും ഇവൾക്കും കിട്ടിയിരിക്കുന്നത്. വരയും പക്ഷെ പഠിച്ചപ്പം വേറെ വരുന്ന പഠിച്ചത് BBA കഴിഞ്ഞത്. അത് കഴിഞ്ഞ് കാനഡയ്ക്ക് പോയി. കണ്ടൊന്നും നോക്കേ 51 എല്ലാ വർഷവും ആഘോഷിക്കും. എല്ലാരും എന്റെ സഹോദരങ്ങളെല്ലാം എല്ലാരും. ഇതിനകത്ത് ആളെ കണ്ട അറിയാൻ പാടാ കേട്ടോ, അല്ലേ? അതിനകത്ത് ആളെ കണ്ട അറിയാൻ പാടാ. രണ്ടുപേര് നല്ല സ്റ്റൈലായിട്ടല്ലേ? നല്ല സ്റ്റൈല് ഫോട്ടോയാ രണ്ടുപേര്. അത് ഞാൻ പറഞ്ഞില്ലേ, വരയും കുറിയൊക്കെ അത് അവളുടെ പരിപാടിയാ. ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കി ഈ അവധിക്ക്, ഈ കൊറോണ കാലത്ത് ഒത്തിരി സാധനങ്ങൾ. ഈ അതിനകത്ത് ഇരിക്കുന്ന സാധനമൊക്കെ അവളെ കുപ്പിയിലേയും പെയിന്റിങ്ങും ഒരുമാതിരി പിള്ളേരൊക്കെ ഇത്തിരി സമയം എടുത്ത് എല്ലാം അതൊക്കെ ആയിരുന്നു. അവൻ ഇന്ന് അവന്റെ ഒരു കൂട്ടുകാരൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. ഇരിക്കുന്നില്ലേ? ഇരിക്കുന്നാണല്ലോ വന്നല്ലേ? വെള്ളം ചായ കാപ്പിയാണോ വേണ്ടത്? ചായ ഒന്നും വേണ്ടേ? നമ്മുടെ പുണ്യാളന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. വേളാങ്കണ്ണി പോയ വെള്ളം, വേളാങ്കണ്ണിയിലെ വെള്ളം, മാതാവിന്റെ വെള്ളം. ആണല്ലേ? അത് നേരി കണ്ടിട്ടായിരിക്കും. നമ്മൾ വീഡിയോ വരുമ്പോൾ ഇച്ചിരി വ്യത്യാസം വരുമല്ലോ. അതാണ് സംഭവം. ഇനി എന്നാ പുള്ളി മോൻ എന്നാ വരുന്നേ? ഉടനെ അങ്ങനെ വരുന്നുണ്ടോ? ആ ഇല്ലല്ലേ? ആ എന്നാ പറ്റി? ഒന്നും കാണാൻ പറ്റല്ലേ? കേബിളുകാരനെ വിളിച്ചാണ് ഞാൻ പറഞ്ഞു, ഞാൻ കറിയില്ല, വേറെ ആളെ കാണിച്ചു. അവൻ കൂടെ വന്നിട്ട് അവനില്ലെന്ന് നീക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ പോയിട്ട് വന്നിട്ട് പിന്നെ വണ്ടിക്ക് കൊണ്ടുപോകാണ്ട് വണ്ടിക്കാർ വരാം. അങ്ങനെ ഇരുന്ന് ഞാൻ അങ്ങോട്ട് കണ്ട് പോയി. ഇത് വിടുന്നത് ഫോണിൽ ഇടയ്ക്ക് നോക്കിയിരിക്കുമ്പോൾ ടക്കന്ന് ഫോണായി. ആണല്ലേ? അത് വല്ലയിടത്തും ചെറിയ ലൂസ് കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു ആയിരിക്കും. അതായിരിക്കും. അതെ അതെ, വെള്ളം മാത്രം മതി. മോളെ വേണ്ട എപ്പോഴും കേൾക്കാൻ വിളിക്കുന്നത്. അതെ അതെ.
ഇന്ന് എപ്പോഴും ഓർമ്മ ഇരിക്കുകയല്ലേ നീ? അച്ചാച്ചൻ കാണുകയല്ല, അച്ചാച്ചൻ കിടന്ന് കേൾക്കും. കേൾക്കുവാണ്. പറയുന്നില്ല. ചില വർത്താനവും. കുടിക്ക് മോളെ. രോമനെ കുടിക്ക്. ആ എടുക്കാം. TV കണക്ട് ചെയ്യാൻ അറിയത്തില്ല. ആ ആ ഓ പിന്നെ അത് കാരണമല്ല, ടിവിയിലോട്ട് കണക്ട് ചെയ്താൽ നമുക്ക് കാണാൻ എല്ലാവരും കൂടെ ഒരുമിച്ച് എല്ലാവരും കൂടെ കാണാം. ആ, അത് പഴയ മോഡൽ ടി വി കണക്ട് ചെയ്യാൻ പാടാം. ഇപ്പോഴത്തെ പുതിയ മോഡലാണ് നമുക്ക് നേരിട്ട് കൊടുക്കാം. 34 വർഷമായതാ. അത് 2 ദിവസം നിന്ന് നിൽക്കുകയായിരുന്നേ. പിന്നെ ഏതായാലും ഇന്നലെ തന്നെ ജീവിച്ചു. തന്നെ റിസൾട്ട് അറിയണമല്ലോ. അത് എങ്ങനെ പോകും, എവിടെ ആണെന്നുകൊണ്ട് അതിക്ക് വേണം. ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. മോളങ്ങോട്ട് പോകാം. മൂത്ത മോളെ. മൂത്ത മോള് അതൊക്കെ തന്നെ റെഡിയായി. അന്നേരം തന്നെ റെഡിയായി. ഇരുന്ന് കാണാം. അച്ഛനും പിന്നെ ബുദ്ധിമുട്ട് ഇവിടെ തന്നെ ഇരിക്കണം. അതെ അതെ. അതുകൊണ്ട് അച്ഛനും ഇവിടെ ഇരിക്കാൻ വേണ്ടിയാണ്. അതാകുമ്പോൾ ഒന്ന് കിടക്കാം. അവിടെ പോകത്തില്ല. ഇവിടെ നമ്മൾ കുറച്ചു നേരം കാണും, ഇവര് കിടക്കും, പിന്നെയും അനിയത്തിയുടെ ഒരു കൊച്ചു മരുമോള് മരിച്ചു. 2 മരുമക്കളാണ് ഉള്ളത്. 40 വയസ്സേ ഉള്ളൂ. അറ്റായിക്കായിട്ട് കുഴഞ്ഞാണ് വീണ് മരിച്ചു. ഒത്തിരി അഹമ്മദാബാദില 40 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ ഒത്തിരി ആൾക്കാരങ്ങനെ 6 വയസ്സേ ഉള്ളൂ. ആ ഓ അഹമ്മദാബാദില. അപ്പൊ അനിയത്തിയും ഭർത്താവും ഉപയോഗിക്കല്ല. ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചേനെ. അപ്പോട്ടിനോട് ഞാൻ പറഞ്ഞേടാ, ഇന്ന് നമ്മുടെ അമ്മച്ചിയുടെ പിള്ളേർ വരുന്നുണ്ട് കേട്ടോ, മോനിവിടെ കാണുന്നേ. അമ്മച്ചി എൻ്റെ കൂട്ടുകാരൻ ബാംഗ്ലൂരിൽ നിന്ന് വിടുക, എനിക്ക് പോകാതിരിക്കാം. പറ്റിയല്ല. എന്നാലും ഞാൻ ചോദിച്ചു, ഒരു ഉച്ചയാവുമ്പോൾ വരാൻ പറ്റുക? ആണോ? ഉച്ചയ്ക്കൊക്കെ ഉച്ച കഴിയുമ്പോഴാണ് വരുന്നത്. ആർട്ടിക്കടെ കൊടുത്തു. ആ 9 രൂപ ആ ആണോ? 15 രൂപ 30 രൂപ. എന്നിട്ട് അവരെടുത്തേക്ക് അമ്മ കൊണ്ട് കൊടുത്തേക്ക് അതും മേടിച്ചിട്ട് അമ്മ എല്ലാം കഴിച്ചിട്ട് അമ്മ യാത്ര വണ്ടി കയറ്റി. ഇങ്ങനെ അവന്റെ കൂട്ടുകാർ മുഴുവൻ ഉണ്ടല്ലോ, യൂറോപ്പ് രാജ്യങ്ങളിലും പിന്നെ എല്ലായിടത്തും പഠിക്കാൻ പോയി. പഠിക്കാനും ജോലിക്കും എല്ലാം പോയി. ഇവന് വേണ്ടല്ല ഇഷ്ടമില്ല. പക്ഷെ വിവാഹത്തിന് താല്പര്യമുണ്ട് കേട്ടോ. അങ്ങനെ വെളിയിൽ പോകാൻ പോകാൻ അല്ലേ? താല്പര്യമുണ്ട്. ആ വെളിയിലൊന്നും പോകാത്തോണ്ടാ. അവരുടെ ജീവിതം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. ഇവിടെ അനിയനമ്മോട് പോയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം ആരും പറയത്തില്ല. ഒരുത്തിൽ പോയവരാരും അവിടെ എന്തോ സത്യം പറയും. പക്ഷെ ഇവള് പോകാൻ നേഴ്സുമാർക്ക് കുഴപ്പമില്ല. പക്ഷെ ഇവള് പോകാൻ ഒരുങ്ങിയപ്പോ വീട്ടിലുള്ളവരൊക്കെ പഠിക്കാൻ പോകരുത്. പഠിച്ചു കഴിഞ്ഞാൽ മറ്റേ പരീക്ഷ എഴുതി പോകാനുള്ള പരീക്ഷ എഴുതിയേ പോകാവുള്ളൂ കേട്ടോ. നമ്മുടെ പഠിച്ചു പഠിച്ചിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് അതെ അതാ നല്ലത്. അവിടെ പോയി അല്ല പിന്നെ അവിടെ സർക്കാരിന്റെ ഒരു പഠിപ്പീരുണ്ട്, അങ്ങനെ കുഴപ്പമില്ല. ജർമ്മനിക്ക് പോകാറുണ്ട്. ആദ്യം 3,500,000 രൂപയുടെ മുടക്കേ പോയായിരുന്നു. അത് പഠിച്ചാൽ മതിയായിരുന്നു. എന്നതാ എറണാകുളത്തെ പോയി ജർമ്മൻ ഭാഷ ഇസയൊക്കെ വന്നു. ഞങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഞങ്ങളുടെ എത്രയോ മോശമല്ലേ ഇപ്പൊ ഞാൻ അതുപോലത്തെ ഒരു വീടായിരുന്നു ഞങ്ങളുടെ. അത് നമ്മളാദ്യം അത് പൊളിച്ച് കളഞ്ഞിട്ട് വേറൊരു വീട് വെച്ചു. അവിടെ തൊട്ടാ ഞങ്ങൾ കഷ്ടകാലം തുടങ്ങി. ആണോ? നല്ല തണുപ്പ് അവിടെ വന്നിട്ട്. മേളിൽ 2 മുറിയുണ്ട്. മുറിയുണ്ടല്ലോ. ആവശ്യത്തിന് 2 മുറിയുണ്ട്. ഇവിടെ നമ്മളെ ഷീറ്റല്ലേ റൂഫിൽ ഇരിക്കുന്നോണ്ടാ അവിടെ ഇരിക്കാൻ പറ്റിയല്ല. അല്ല, ആ പടിഞ്ഞാറത്തെ റൂമിൽ കയറി നല്ല കാറ്റാ. പടിഞ്ഞാറും നല്ല കാറ്റുണ്ട്. നല്ല കാറ്റ്. അടുത്തടുത്തെല്ലാം വീടുണ്ട്. നല്ല വീടുകളല്ലേ? ഭയങ്കര നിങ്ങളുടെ കാണുമ്പോഴൊന്നുമല്ല. അത്രയൊന്നുമല്ല. എന്ത് കെട്ടിടങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ കണ്ണോണം കെട്ടിടങ്ങൾ. ആ അതെ അതെ, ഞങ്ങളുടെ അവിടെ വരാൻ തുടങ്ങി. ആ ആലപ്പുഴക്കാരെല്ലാം ഒത്തിരി വരുക. കാട് കയറി പോവാ. നമ്മുടെ ഉള്ളവർ ഇവിടെ ഉള്ളവർ കാട് കയറുമല്ല, നാട് വിടുവാ. വിദേശത്തോട്ട് പോവല്ലേ കൂടുതലും. പിന്നെയുള്ള കാർന്നന്മാർ മാത്രമല്ലേ ഉള്ളൂ. വർഷം 6 മാസം 4.5 വർഷത്തോളം എടുക്കും. 4.5 വർഷത്തോളം വരും. പഠിച്ചിട്ട് വെല്ലുവേഴ്സ് ജോലി ചെയ്തായിരുന്നു. 1 വർഷം ചെയ്തുള്ളൂ. ഭയങ്കര പുത്തന്ന് പെണ്ണുങ്ങളും നേഴ്സുമാരെല്ലാം. അത് ലോക്കലിൽ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകുന്നില്ല, കഴിക്കാൻ ഒക്കത്തില്ല. അലിയായി പോയി കുറച്ച് ജോലി ചെയ്താ ഭക്ഷണം കഴിക്കാൻ പിള്ളേരെ സമയം വിടുന്നില്ല. എങ്ങനെ ജോലി ചെയ്യാൻ? വൈകിട്ട് കൊണ്ടുപോകാൻ രാവിലെ കൊണ്ടുപോയ കാര്യം കൊണ്ട് വൈകിട്ട് അത് നട്ട ക്ഷീണിച്ച് താളം നിൽക്കുന്നു.
വരുമ്പോഴത്തേക്ക് ഞാനൊക്കെ പരിപാടിക്ക് ചെയ്തതിന്റെ കാശൊക്കെ അങ്ങോട്ട് കൊടുക്കണം. അങ്ങോട്ട് നമ്മൾ ബില്ലെല്ലാം കൊടുത്തു. നമ്മൾ 5000 രൂപ സെക്യൂരിറ്റി അതുപോലും തിരിച്ചു കൊടുത്തില്ല. ആ എന്നൊക്കെയല്ലേ ഈ സമരങ്ങൾ ചെയ്യുന്നത്. അതെ അതെ പിള്ളേർ സമരം നടത്തുന്നത്. ഇത് പിടിച്ചോണ്ടിരിക്കുന്നതിന് അമ്മച്ചി പറഞ്ഞത് കോലും കൊണ്ട് പോകും. പള്ളിയിൽ ഞങ്ങൾ പള്ളി അവിടെ കയറിയിട്ടാ ആണല്ലേ? പുള്ളിപ്പള്ളി കയറിയ അവിടെ പെരുന്നാൾ തുടങ്ങിയല്ലേ ഉള്ളൂ. ഫാത്തിമാക്കും വേണ്ടി പോയാൽ ഒന്നും കാണാൻ അത്ര അവിടെ നല്ല വീടുകൾ ഇവിടെ അങ്ങോട്ട് പോയിട്ട് അല്ല 73 കടന്ന് പോരാ. പിന്നെ പോയിട്ടില്ലല്ലേ? ഫാത്തിമാരാണോ? ആണോ? ആ ആ ആ ഞങ്ങൾ ഞാൻ എന്നെ ജനിച്ചത് ആണോ? ആ ഫാത്തിമാര് തന്നെ അവിടെ. മജി ഞാൻ പറഞ്ഞു എനിക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് 200 രൂപ. അപ്പോൾ അവൾ പറഞ്ഞു അവർക്ക് പിള്ളേരെ ടീച്ചറുമായിട്ട് ടൂർ പോകും. പിള്ളേരെ കൊണ്ടാണ് പോകാറ്. അതുകൊണ്ട് നാളെ വരാം. നല്ല പിള്ളേരും ഉണ്ടായിരുന്നു. ആ അതെ അതെ ഉണ്ടെന്ന് വിചാരിച്ചു. അവരിവിടെ അടുത്തല്ലേ? ആടപ്പള്ളിയാ. ആടപ്പള്ളിയാ? ആ ആ ആടപ്പള്ളി ആ മോസ്കോയിൽ നിന്ന് നേരെ കിടന്ന് ആ നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നപ്പം മോസ്കോ ജംഗ്ഷൻ ആ, ഉണ്ടായിരുന്നു. ആ. മോസ്കോ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് ചോറും കറിയൊക്കെ ആയോ? പിന്നെ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഇറച്ചിയൊന്നും കൂട്ടാത്തോണ്ട് എനിക്ക് കറി എന്തെങ്കിലും വേറെ വേണം. ചേട്ടായിയുടെ കല്യാണത്തിനൊക്കെ അമ്മച്ചി ഇരിക്കുന്നത് തീരെ അവിടെ ആ അങ്ങനെയായിരുന്നു. അന്നത്തെ ഷെയ്പ്പ ഇപ്പോഴത്തെ ജോമോന്റെ ഷെയ്പ്പ അമ്മച്ചി കറുപ്പും എല്ലാം ഉണ്ടാകല്. അമ്മ ഇപ്പഴേ വെളുത്ത് സുന്ദരിയായ കുട്ടിയായിട്ട് അന്ന് എൻ്റെ ഓർമ്മയിൽ അന്ന് അമ്മ ഷേപ്പ് തന്നെയായിരുന്നു. പിന്നെ സമയത്ത് നന്നായിട്ട് ക്ഷീണിച്ചായിരുന്നു. സാബു ഒന്നും അമ്മച്ചിയുടെ ഷേപ്പ്. പക്ഷെ അമ്മച്ചിക്ക് സാബുവിനോട് ഇഷ്ടം. ഇത് പറയും ജോമോനെ നിർത്തിക്കൊണ്ടാ പറയുന്നത്. അതൊക്കെ അങ്ങനെയൊക്കെ പറയും. അത് ജോമോനേക്കാളും വിഷമം എനിക്ക് കേൾക്കുന്നുണ്ട്. എനിക്ക് സത്യം എനിക്ക് കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട് നേരിട്ട്. നമ്മള് കെട്ടിയമ്മമാരോട് ചോദിക്കാതെ ഇങ്ങനെ എന്തെങ്കിലും കെട്ടിയിടന്ന വീട്ടിൽ എന്തെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാതെ. ഞാൻ ശരിക്കും ജോമോന്റെ അമ്മ തന്നെയാണെന്ന് ഞാൻ നല്ല സമയത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ അപകടങ്ങൾ വരുമ്പം ഞാൻ ചോദിക്കുന്ന ഞാൻ അങ്ങനെ പറയുന്നതല്ലേ നമ്മൾ ചോദിക്കും. ഓർമ്മയുള്ള കാലത്തും അങ്ങനെയൊക്കെ ആയിരുന്നു. ആ ഓർമ്മയുടെ രീതി വെച്ചിട്ടാണ് അമ്മ ഇപ്പൊ ചെയ്യുന്നത്. ആടിനെ കച്ചവടം ചെയ്തിട്ട് ഞാൻ ഒരു പാവം ചോറ് തന്നെ തിന്നുന്നേണ്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചത്. അതിപ്പോഴത്തെ പനിക്ക് ചുമ വന്നാൽ പോയില്ല. ഒരു മാസമായിട്ടും കുറയുന്നില്ല. 2-3 മരുന്ന് മേടിച്ചിട്ടും അത് പറയല. ഡോക്ടറെ ഞാൻ ആദ്യം വന്നത് തലകറി വീടുകൂടി ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ ചോറ് വരുമ്പോൾ ഈ കട്ടിന്റെ ഇടിയ ഇഞ്ചിൽ പിടിയും താഴെ കളയും. അത് ഞാൻ കിടക്കാണെങ്കിൽ ചാടി ഒന്നിക്കും. എന്നിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ താഴെ പോകും. ഞാൻ 2 പ്രാവശ്യം താഴെ പോയതാ. ഭയങ്കര പേസ്മേക്കർ വെക്കാൻ കാര്യം 56 സെക്കൻഡ് മരിച്ചു പോയ അപ്പം ഡോക്ടർ ഇടിപ്പ് കുറവാ അല്ലേ? ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, റെജീസ്കറിയ പറഞ്ഞു, ഞാൻ 1 വർഷത്തേക്ക് ഈ മരുന്ന് കഴിഞ്ഞു. 1 വർഷം ആ 1 വർഷം കഴിഞ്ഞു ആയി. അന്നത്തെ കാര്യം വെച്ച് ഇവിടെ വെച്ച് തന്നെ വീണു. അത് കഴിഞ്ഞ് അല്ല ആദ്യം അടുക്കള ഞാൻ വെള്ളം കുടിക്കുന്നു. വെള്ളം ഉണ്ടെങ്കിൽ കുടുങ്ങിയിട്ട് അങ്ങോട്ട് വിടിക്കൊണ്ടിരിക്കുക. ഞാൻ വീണു. അപ്പം ഇവര് സിനിമ കാണാൻ പോകാൻ നിൽക്കുക. ഇവിടെ ചോദിച്ചു വീണോ? നമ്മൾ കണ്ണാടി എടുക്കാറുണ്ട്. കണ്ണാടി ഗ്ലാസൊക്കെ വേറെ അങ്ങനെ. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ പോകുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതിൽ പോകുന്നത്. അങ്ങനെ പിന്നെ കണ്ടു. അതിന്റെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ചോറ് ഈ വീടുന്ന സമയത്തുണ്ടല്ലോ ഒരുപാട്. അന്നിട്ട് പിള്ളേർ 2 പേരും കൂടെ കൂടി എനിക്ക് എടുക്കാനൊന്നും പറ്റില്ല. പിള്ളേർ 2 പേരും കൂടെ ആയിട്ട് വലിച്ചു പിന്നെ വണ്ടി മേടിക്കും.
സാധനം മെഷീൻ വെച്ച് ആ ഇങ്ങനെ കണ്ടുണ്ടോ ECG അല്ല, വേറൊരു സാധനം. അത് ഈയിടെ ഞാൻ അറിയാനായിട്ട് നമ്മളെ ഒരു സെക്കൻഡിൽ എത്ര സമയം ഇരിക്കും എന്നുള്ളത് അറിയാൻ. 56 സെക്കൻഡ് ദിവസം വന്ന് അഴിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പോയി വന്നു. ഞാൻ ചത്തോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി അയാൾ മരിച്ചു പോയിരുന്നു. ആള് മരിച്ചു പോയി അവരെ ഓർമ്മ അച്ഛൻ ജീവിച്ചായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്തതാണ്. അങ്ങനെ ചെയ്താൽ ഈ സാധനം പേരപ്പൻ ഇരുട്ടിയിലുള്ള വർഷങ്ങൾക്ക് മുമ്പ്, അത് എൻ്റെ ചെറുപ്പത്തിൽ പുള്ളിക്ക് വെച്ചതാണ്. പുള്ളി വർഷങ്ങളോളം ജീവിച്ചു. എൻ്റെ ചാച്ചനൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് പുള്ളി അടക്കം കൂടി അത് കഴിഞ്ഞ് അതിന് ശേഷം 3-4 വർഷം കഴിഞ്ഞാൽ പുള്ളി മരിക്കുന്നത്. അന്നത്തെ കാലത്ത് മോനും മോളും ഇരിക്കുന്ന ഫോട്ടോസാണ്. മോൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ഉള്ളൂ, വലിയ ഇപ്പോഴത്തെ ഫോട്ടോയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോഴത്തെ ഫോട്ടോയൊക്കെ അവന് താല്പര്യക്കുറവാണ്. അതുകൊണ്ട് സുമി ചേച്ചിയുടെ കർത്താവും ഒക്കെ അതാവൊക്കെ ലൈഫിൽ ജീവിക്കുന്നു. ഓ അപ്പോൾ സുമി ചേച്ചിയുടെ കൂടെ വന്ന മോളാണ് കേട്ടോ മജി. നിങ്ങൾ ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മോന് മക്കളില്ല, മജി മാത്രമേ ഉള്ളൂ. ആര് പിള്ളേരല്ല, നിങ്ങളെല്ലാവരും കൂടെയാണോ പോണേ? നിങ്ങളെല്ലാവരും കൂടെയാണോ പോണേ? കാറിനാണോ പോന്നെ? ആ എന്നാൽ കുഴപ്പമില്ല. മജിയൊക്കെ ടൂറിന് പോവാണ് കൊല്ലത്തിന്. അപ്പോൾ എവിടെയാണ്? വർക്കലയ്ക്കാണോ പോണേ? വർക്കല ബീച്ചിലാണോ പോണേ? എവിടെയാ? ആണോ? ആ മറ്റേ വണ്ടിയെ കൊണ്ടുപോകും ഇലക്ട്രിക്. സുഖമായിട്ടിരിക്കുന്നു. ആ എന്നാൽ ശരി കേട്ടോ. അതെ ഇവനെപ്പോൾ പോകുന്നുണ്ടപ്പോഴത്തേക്ക് ഇനി കോഴിക്കൂട് അവിടെ ഇരിക്കുന്നത്, കോഴിയെ നോക്കാൻ പോയതാണ്. ആണോ? വരാൻ പറ്റിയത് വലിയൊരു അല്ല വരണ്ടായി. വലിയ കാര്യമാണ്. ഞങ്ങൾ എൽസമ്മ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പുറത്തൊക്കെ പോവാണ്. ബൈ. ഒന്നും എടുക്കാതെ ഫോണൊക്കെ എടുക്കണം. ആ എൻ്റെ പോക്കറ്റ്. വീട്ടിൽ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എലിക്കുട്ടിയമ്മ കിടക്കുമോ നോക്കട്ടെ. എലിക്കുട്ടിയമ്മ കിടക്കുവാണോ? എലിക്കുട്ടിയമ്മ കിടക്കുവാണോന്ന്. കഞ്ഞി കുടിക്കാൻ അവള് പറയണം. കഞ്ഞി കുടിക്കാനോ? ഇപ്പൊ കഞ്ഞി വേണം. ആ കഞ്ഞിയുടെ സമയം കഴിഞ്ഞല്ലോ, ഇപ്പം 5 മണിയായില്ലേ? ആ ഇപ്പം കഞ്ഞിയെ കുടിച്ചില്ലേ? തന്നെ പറഞ്ഞോടെങ്കിൽ എല്ലാം മതിയല്ലോ, കൊന്ത എല്ലാം മതി. ആ കൊന്ത എല്ലിയാ മതി. കഞ്ഞി കുടിച്ചില്ലായിരുന്നോ? അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ചെന്തിയാ മതി. വിവാൻ കഞ്ഞി തന്നായിരുന്നോ? വിവാൻ കഞ്ഞിയൊക്കെ തന്നായിരുന്നോ? വിവാനേ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ തന്നായിരുന്നോ? ഒന്ന് അപ്പയോ ഭക്ഷണം ഉച്ചക്കത്തെ ചക്കയോ? ചക്കയെ മാങ്ങായൊന്നും അല്ല, കഞ്ഞി തന്നോന്നാ ചോദിച്ചേ ഉച്ചയ്ക്ക്. എനിക്കറിയത്തില്ല. ഇല്ലേ? ഉച്ചയ്ക്ക് കഴിച്ചില്ലേ ഒന്നും? കഞ്ഞി എപ്പോഴാ കുടിച്ചേ? കഞ്ഞി എപ്പോഴാ കുടിച്ചേ? ഞാൻ അത് കഞ്ഞി അതൊന്നും കൂട്ടി കഴിച്ചാൽ. ഏത് കൂട്ടി കഴിച്ചില്ലെന്ന്? ഞാൻ ചുമ്മാ ഇച്ചിരി കഞ്ഞി പിന്നെ കപ്പയും പുഴുകിയതാണ്. കപ്പ ഇച്ചിരി അത്. കപ്പ ആര് പുഴുങ്ങി? കപ്പ ആരാ പുഴുങ്ങിയേ? തിരിച്ചിച്ചിരി ചേമ്പിൻ്റെ ഒരു കഷ്ണം ഇട്ട് അരിഞ്ഞിട്ട് കപ്പ പുഴുകിയത്. ചേമ്പിട്ട് കപ്പ പുഴുങ്ങിയ? അതും തിന്നു. അത് കൂട്ട് വെച്ചിട്ട് തിന്ന് ഇച്ചിരി കഞ്ഞാളവും കൊടുത്തു. അതും മതി. പിന്നെ ആരാണ്ട് ചേമ്പ് പുഴുങ്ങി വെച്ചേക്കുവാ. എലിക്കുട്ടിയമ്മ പഴയ കാര്യങ്ങൾ ഓരോന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു പറയുന്നത്. വിവാൻ കഞ്ഞി തന്നല്ലേ? വിവാനെ ഉച്ചയ്ക്ക് കഞ്ഞി തന്നതല്ലേ? വിവാൻ എവിടെ പോയി? ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഇല്ലേ? ഇവിടെ ഉണ്ടെന്നേ. പിന്നെ എന്നാ? ആ ഉച്ചയ്ക്ക് അവൻ കഞ്ഞി തന്നതല്ലേ എന്നാ ചോദിച്ചേ. അവനെ എല്ലാ കൂട്ടവും കഴിച്ചിട്ടുണ്ട്.
ആ കഴിക്കണുണ്ട്. എലിക്കുട്ടി കഴിക്കുന്നുണ്ടോ? അവൻ്റെ കാര്യമല്ലേ, എലിക്കുട്ടിയമ്മ കഴിച്ചോന്നാ. അവൻ കഴിക്കുമെന്ന് നമുക്കറിയാം. എലിക്കുട്ടിയമ്മ കഴിച്ച കാര്യം ചോദിച്ചേ. അവരെല്ലാ കൂട്ടം അറിയുകയും ചെയ്യും. എല്ലാം അറിയാം. അതും അറിയാം. അങ്ങനെ ചെയ്ത് കുറച്ച് ചെയ്താൽ കൊച്ചുങ്ങളെ പ്രായപൂർത്തിയാകുമ്പോഴത്തേനും എല്ലാം പഠിച്ച് ചെയ്യും. ലോകത്തിൽ വീട്ടിലെ കുടുംബത്തിൽ നടത്താനുള്ളത്. അതെ അതെ, എല്ലാവരും പഠിച്ചോളൂ. ഒറ്റ അടിക്ക് പ്രായം ചെന്ന് കഴിയുമ്പോൾ ചെയ്താൽ എല്ലാം പറ്റൊന്നും മനസ്സിലോട്ട് കയറുകയില്ല, ഒന്നും രൂപവുമില്ല. അടുത്തു ഭയങ്കര വെയിലായിരുന്നു. ഞങ്ങൾ യാത്ര പോയിട്ടേ ഭയങ്കര വെയിലായിരുന്നു. ഭയങ്കര ചൂടും വെയിലും. ഭയങ്കര വെയിലേ വെയിലോ? ഇപ്പോഴാണ് വന്നത് ചോർഞ്ഞത്. ഭയങ്കര ചൂടായിരുന്നു, കണ്ണൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ തെക്കൻ സൈഡ് വെയില, അത് കാരണം ഉണ്ടാവും. ഭയങ്കര ചൂടല്ലേ. സാധനമൊക്കെ ഉണങ്ങിയെടുക്കാൻ വിഷമം. അയ്യോ, മൊത്തം ഉണങ്ങിപ്പോയി. ഇനി ഉണങ്ങാനൊന്നും ഇല്ല, എല്ലാം ഉണങ്ങിയിരിക്കുക. മഴയില്ലെങ്കിൽ പിന്നെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. ആ, മഴ പെയ്യണം. മഴ പെയ്യുന്നില്ലല്ലോ, അതല്ലേ കുഴപ്പം. 2 പൊടിമഴ പെയ്തിട്ട് കാര്യം വല്ലതും ഉണ്ടോ? തന്നത് വലിയ കാര്യമായിട്ട് കരുതി സ്വീകരിക്കണം, അതുകൊണ്ട് ഫലമുള്ളൂ. അതൊക്കെ അത്രയേ ഉള്ളൂ. ഞാൻ മടുത്ത്. ഈശോ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നോക്കിയാൽ അതൊക്കെ നമ്മൾ നോക്കി ചെയ്യാം, ജയിക്കണം. ജയിക്കേണ്ട ഈശോ അതൊന്നും ജയിക്കാൻ പോകേണ്ട കാര്യമില്ല. ഞാൻ ചായ കുടിക്കാം. ചായ ഇടട്ടെ. എന്നിട്ട് ചായ കുടിക്കാം. ചായ ഇടട്ടെന്ന്. വേണ്ട. അതിനാ ഇനി ചായ ഒന്നും വേണ്ട, കുടിക്കണ്ട. കുടിച്ചാൽ സുഖമില്ല കിടക്കാൻ. കിടക്കണ വൈകിട്ടല്ലേ. കിടക്കണ വൈകിട്ടല്ലേ. ചായയൊക്കെ കുടിച്ചിട്ട് കിടക്കാം കേട്ടോ. ചായയൊക്കെ കുടിച്ചിട്ട് 1/2 മണിക്കൂറായിരുന്നു. ആര്? പിന്നെ എലിക്കുട്ടിയമ്മ ഒന്നും കുടിച്ചില്ല. എലിക്കുട്ടിയമ്മ കുടിച്ചില്ലേ. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.